ഡിയർ സ്റ്റുഡൻസ്, എക്സാം ഇങ്ങനെ അടുത്തടുത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എത്ര ദിവസമുണ്ട് എക്സാമിന് ഒന്ന് കൗണ്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ എക്കണോമിക്സിൻ്റെ ഇന്ത്യൻ ഇക്കോണമിയുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് ഇന്ന് പോണത്. അപ്പോൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം, ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും മെൻറ്റർ കണക്റ്റിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇത് പഴയ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാനുള്ളത്. വൺ വേർഡ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. 12 എണ്ണം തരുമെന്ന് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. ഇത് പഴയ പാറ്റേൺ ആണ്. എന്നാലും ക്വസ്റ്റ്യൻസിനും പാറ്റേണിനും ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് എന്നുള്ളത്. ദ ഫോളോയിങ് components of secondary sector, the following components of secondary sector except the following are എന്നുണ്ടാവേ. the following are the components of secondary sector except ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, മാനുഫാക്ചറിങ് സെക്ടർ സെക്കൻഡറി ആണ്, കൺസ്ട്രക്ഷൻ സെക്കൻഡറി ആണ്, ഇലക്ട്രിസിറ്റി ഗ്യാസ് ഒക്കെ സെക്കൻഡറി ആണ്. അപ്പോൾ സെക്കൻഡറി സെക്ടറിൽ പെടാത്തത് ഇവിടെ ഏതാണ്? ട്രേഡ് ആണ് സെക്കൻഡറി സെക്ടറിൽ പെടാത്തത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദ സർവീസ് സെക്ടർ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രേഡേഷൻ എക്സെപ്റ്റ്. ഈ പറയുന്ന കുറച്ച് 4 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. എല്ലാ ഫാക്ടേഴ്സും ഈസ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രേഡേഷൻ. പക്ഷെ ഒരെണ്ണം അങ്ങനെയല്ല. ആ ഒരെണ്ണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് വൺ ഇസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, സെക്കൻഡ് വൺ ഇസ് improper crop rotation, third one is afforestation, and fourth one is indiscriminate use of agrochemicals. അപ്പോൾ ലാൻഡ് ഡീഗ്രേഡേഷന് കാരണമാവാത്ത കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. റീസൺ ഈസ് എഫോറസ്റ്റേഷൻ. എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിനെയാണ് എഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. എഫോറസ്റ്റേഷൻ നല്ലതല്ലേ? ഇറ്റ് ഈസ് ഗുഡ് ഫോർ ലാൻഡ്, സോ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ ഇൻ ദ ലാൻഡ് ഡീഗ്രേഡേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗോൾഡൻ റെവല്യൂഷൻ റിലേറ്റ്സ് ടു, അറിയാം നിങ്ങൾക്ക്, ഗോൾഡൻ റെവല്യൂഷൻ റിലേറ്റ്സ് ടു ഹോർട്ടിക്കൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ, നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ഈ ക്വസ്റ്റ്യൻ എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിയല്ലോ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ആൻസർ ഞാൻ തന്നിട്ടുണ്ട്, അതുമായിട്ട് മാച്ച് ചെയ്യാം. വളരെ ഈസിലി നമ്മൾക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് സ്വന്തം ചെയ്യുക, അതിനുശേഷം ആൻസർ നോക്കിയിട്ട് എവിടെയാണ് തെറ്റ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കാറ്റഗറൈസ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് അണ്ടർ ദ ഹെഡ്സ് ഓഫ് വേജ് എംപ്ലോയ്മെൻറ്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമായിട്ടും വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമായിട്ടും കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് REGP. REGP is a self employment program. Next one is NFWP is a wage employment program. മൂന്നാമത്തത് PMRY is a self employment program. നാലാമത്തത് MGNREGS is a wage employment program. ഓക്കെ, ക്ലിയർ. നിങ്ങൾ നോക്കൂ, ഓരോ പ്രോഗ്രാംസും ഏതൊക്കെയാണ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഏതൊക്കെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതൊക്കെ തന്നെയും നമ്മളുടെ ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലും പോവേർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് വിത്ത് സ്ലൈഡ്സ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, മൂന്നാമത്തത് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സാണ്. ഈ 3 പ്രോഗ്രാംസും നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ,
ഇനി വെരി ഈസി ക്വസ്റ്റ്യൻ, വർക്കേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കാഷ്വൽ വേജ് വർക്കേഴ്സ് ആൻഡ് റെഗുലർ സാലറീഡ് വർക്കേഴ്സ്. സൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ദം. റെഗുലർ സാലറീഡ് വർക്കേഴ്സ് ഏതൊക്കെയാണ്? ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഗവൺമെൻറ് എംപ്ലോയീസ്, എവ്രി വൺ ആർ regular salaried. Okay, next one is casual wage workers ആണ്. നമുക്കറിയാം construction workers, farmers etc. are the casual wage workers. Okay, clear? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Human capital and human development are interrelated. Point out 2 relationship between human capital and human development. നോക്കൂ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്നറിയാം. നമുക്ക് 4 സാധനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ. അത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അതാണ് ഇറ്റ് ഈസ് ദ റീസൺ ഫോർ ദ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, അല്ലേ? Human capital is the economic value of abilities and qualities of labor that influences productivity, such as education. Investing in these qualities leads to human development. Okay, human capital and human development are not separate, but they are the same. രണ്ടും വേറെയല്ല, രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത്. സോ ഹ്യൂമൻ ക്യാപിറ്റൽ ലീഡ്സ് ടു ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, in the field of infrastructure, നമുക്കറിയാം Britishers contributed lot during the colonial period. Do you consider this as a positive measures? ആണ്, നമുക്കറിയാം there are many positive measures. അപ്പോൾ കുറച്ചെണ്ണം പോയിൻ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. Contribution by British. First one is introduced railways in the year. നമ്മൾ പഠിച്ചതാണ് contribution made by British. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നതാണ്. Introduced in the year 1850 from Bombay to Thane. Okay, that is one of the major contribution made by the British in the field of infrastructure. രണ്ടാമത്തത് development of inland transport and sea land transport. റോഡ് ട്രാൻസ്പോർട്ടും അതേപോലെ സീ ലാൻഡ് ട്രാൻസ്പോർട്ടും വളരെയധികം ഡെവലപ്പ് ചെയ്തു. മൂന്നാമത്തത് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. ദേ ഡെവലപ്ഡ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദേ ഡെവലപ്ഡ് ഹാർബേഴ്സ്, അല്ലേ? പോർട്സ് ആൻഡ് ഹാർബേഴ്സ് അവർ വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾ ദീസ് ആർ ദ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഓഫ് കൊളോണിയൽ പീരിയഡ്, കൊളോണിയൽ റൂൾ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956 നോക്കൂ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956 ഇൻഡസ്ട്രീസിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ്, സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ് ആൻഡ് മൂന്നാമത്തത് പ്രൈവറ്റ് എലോൺ ഓൺഡ് എൻ്റർപ്രൈസസ്. 3 കാറ്റഗറീസാണ്. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് പിന്നെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. 1956 ഇൻഡസ്ട്രിയൽ റെസൊല്യൂഷൻ ഇൻഡസ്ട്രീസിനെ ബാക്ക്വേർഡ് ഏരിയയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയാസ്. ലൈസൻസിങ് സിസ്റ്റം ഫോർ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് ടു എക്സ്പാൻഡ്. നിലവിലുള്ള ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസിങ് വേണം. ആൻഡ് മൂന്നാമത്തത് ലൈസൻസിങ് സിസ്റ്റം ഫോർ ന്യൂ ഇൻഡസ്ട്രീസ്. ആൻഡ് മൂന്നാമത്തത് ഇസ് ദ ലൈസൻസിങ് സിസ്റ്റം ഫോർ ന്യൂ ഇൻഡസ്ട്രീസ്. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇത് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. പല മാർക്ക് വ്യത്യാസത്തിലും ഇത് ചോദിക്കാറുണ്ട്. 3, 5 എന്നൊക്കെയുള്ള മാർക്കിൽ ഇത് ചോദിക്കാറുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, India, China and Pakistan, their development strategies started in the same time. Observe the following table. എങ്ങനെയാണ് ആൻഡ് ഇൻഫറൻസസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ടേബിൾ നോക്കൂ. ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ചൈനയുടെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് തന്നിരിക്കുന്നത്. ആ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കിയിട്ട് നമ്മളോട് ഇൻഫറൻസ്, നമ്മളോട് എന്താണ് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്ന് നമ്മളോട് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻസർ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് അത് എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. നോക്കൂ, ഫസ്റ്റ് വൺ ഇസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. ഇന്ത്യയുടേത് എന്ന് പറയുന്നത് 0.586
6 ആണ്. ചൈനയുടേത് ഇസ് ദ ഹയസ്റ്റ് കമ്പയർഡ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കുമ്പോൾ ചൈനാസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇസ് കമ്പയർഡ് ടു ഇസ് ഹയർ വെൻ കമ്പയർഡ് ടു ഇന്ത്യ ആൻഡ് ചൈന. രണ്ടാമത്തത് റാങ്കിങ് ആണ്. ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റാങ്ക് നോക്കുകയാണെങ്കിൽ ചൈന ഇസ് ഹാവിങ് ഗുഡ് റാങ്ക്. ചൈന ഇസ് ഹാവിങ് 91 റാങ്ക്, 91st റാങ്കാണ്. വയൽ ഇന്ത്യ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അതിൽ നിന്നും വളരെ പുറകിലേക്കാണ് റാങ്കിങ്ങിൽ പോയിരിക്കുന്നത്. ഇനി മൂന്നാമത്തത് നോക്കൂ, ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ആണ്. ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഓഫ് ചൈന ഇസ് വെരി മച്ച് ഹയർ ദാൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അത് എത്രയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി അതിന് ഇൻഫറൻസ് ചെയ്യണം. ഇനി അടുത്തത് ഇസ് ദാറ്റ് ഓഫ് അഡൽട്ട് ലിറ്ററസി റേറ്റ് ആണ്. അഡൽട്ട് ലിറ്ററസി റേറ്റും ഇന്ത്യയുടേതിനേക്കാളും പാകിസ്ഥാനേക്കാളും എത്രയോ കൂടുതലാണ് ചൈനയ്ക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ജി ഡി പി ആണ്. ജി ഡി പി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ചൈനാസ് ജി ഡി പി ഈസ് ഫാർ 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 ഹയർ ദാൻ ദാറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ഓൾസോ വെരി ലെസ് ഇൻ ചൈന വൈൽ കമ്പയർഡ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കുറവാവണമെങ്കിൽ അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഹെൽത്ത് ഫെസിലിറ്റീസ് വളരെ നല്ലതായിരിക്കും. ആൻഡ് ജി ഡി പി നോക്കൂ, അവിടെ ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെ ഡെവലപ്ഡ് ആയിരിക്കും. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് മച്ച് മോർ ബെറ്റർ ദാൻ ദ അഗ്രികൾച്ചർ. ആൻഡ് സർവീസ് സെക്ടർ വിൽ ബി ഓൾസോ ഡെവലപ്ഡ്. അതിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വിൽ ബി ഗ്രേറ്റർ. അതുകൊണ്ടാണ് ചൈനാസ് ജി ഡി പി ഈസ് വെരി ഹൈ, പെർ ക്യാപിറ്റ ഇൻകം ഈസ് വെരി ഹൈ എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അഡൽട്ട് ലിറ്ററസി റേറ്റ് നോക്കൂ, വളരെ കൂടുതലാണ് ഇൻ ചൈന വെൻ കമ്പയർഡ് ടു. സോ അവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈസ് വെരി മച്ച് ഡെവലപ്ഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കമ്പയറിങ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ആൻഡ് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഓഫ് ചൈന ഈസ് വെരി ഹൈ. അവിടെ ഗുഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, ഗുഡ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്, ഗുഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഹൈലി ഡെവലപ്ഡ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഓൾസോ ഹയർ. അപ്പോൾ ഇതൊക്കെ തന്നെയും ഹയർ ആയതുകൊണ്ട് റാങ്കിങ് ഓഫ് ചൈന ഈസ് ഓൾസോ ഹയർ. ഓക്കെ, ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇൻഫറൻസസ് ചെയ്യേണ്ടത്. ഓക്കെ, വെരി ഈസി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അതുണ്ട്. അത് നിങ്ങളൊന്ന് വിശദീകരിച്ച് അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ കണക്റ്റഡ്. എൻവയോൺമെൻറ്റും നമുക്കറിയാം ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ കണക്റ്റഡ്. ലിസ്റ്റ് ഔട്ട് 6 ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിലും ഞാനത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അത് നിങ്ങൾ കൃത്യം പഠിക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. എൻവയോൺമെൻറ്റും പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടെന്ന് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ മിസറി ഓഫ് ദ പുവർ ബി കോസ്ഡ് നോട്ട് ബൈ ദ ലോസ് ഓഫ് നേച്ചർ ബട്ട് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗ്രേറ്റ് is our sin. Charles Darwin. In the Cite of this quotation, list out and analyze the causes of poverty of India. Poverty of India ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പോവർട്ടി നിങ്ങൾ പഠിച്ചിരിക്കണം. പോവർട്ടി ഓഫ് ഇന്ത്യ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. യു ഷുഡ് അനലൈസ് ദ പോവർട്ടി ഓഫ് ഇന്ത്യ. ഓക്കെ, ക്ലിയർ? വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി ഓഫ് ഇന്ത്യ, എങ്ങനെയാണ് നമ്മൾക്കത് മാറ്റാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ? The concept of human capital is relatively more important in labor surplus economies like India. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ എ ലേബർ ഇൻറ്റൻസീവ് കൺട്രി ലൈക്ക് ഇന്ത്യ. ടു മേക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ formation possible, the government has addressed some areas. Identify these areas and analyze the relationship between human capital formation and economic growth. ആണ് ക്വസ്റ്റ്യൻ. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനും ഇക്കണോമിക് ഗ്രോത്തും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഏരിയാസ് ടു ബി അഡ്രസ്ഡ് ആർ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആണല്ലോ.
ഗവൺമെൻറ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ ക്യാപിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആണ്. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ ടു ഇൻക്രീസ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ ടു ഇൻക്രീസ് ലേബർ പ്രൊഡക്ടിവിറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ അൺപ്രൊഡക്റ്റീവ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ഔട്ട്പുട്ട്. അത് അൺപ്രൊഡക്റ്റീവ് ആവും. എങ്ങനെ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ബിക്കംസ് അൺപ്രൊഡക്റ്റീവ് ഇഫ് ദ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ബിക്കംസ് അൺപ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഷുഡ് ബി ഇൻക്രീസ് ഈവൺ ഇഫ് ദ ഔട്ട്പുട്ട് ഇസ് നോട്ട് ഇൻക്രീസ്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷേ ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷനും കുറയ്ക്കാനായിട്ട് പാടില്ല, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെൽത്തും കുറയ്ക്കാനായിട്ട് പാടില്ല. നമുക്കറിയാം ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് തന്നെ നമ്മളുടെ ഗവൺമെൻറ് എത്ര ചിലവാണ് വഹിച്ചിരിക്കുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഹെൽത്തിന് വേണ്ടിയിട്ട്. നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിലവുകളെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. സോ ബി കെയർഫുൾ, വളരെ ശ്രദ്ധിക്കണം നമ്മളുടെ ആരോഗ്യത്തിനെ പറ്റിയിട്ട്. ഓക്കെ. ഇക്കണോമിക് ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓഫ് ദ കൺട്രി ആണല്ലോ. Economic growth എന്ന് പറഞ്ഞാൽ it increases the national income of the country. Educated people contribute more to the national income of the country. Healthy people can work more, and education and health can increase human productivity. Migration also increases technical and manpower of a country. അല്ലേ, മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് it increases technical and manpower of a country. In short, human capital helps for the human growth. Okay, human capital helps for the economy to grow. Okay, clear? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലിയർ ആയിട്ട് നോട്ട്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Nowadays people discuss why organic farming അല്ലേ. എന്താ വൈ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്? ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. നമുക്ക് വളരെ അറിയുന്ന കാര്യമാണ്. രണ്ടാമത്തത് ക്വസ്റ്റ്യൻ നമ്പർ ബി, ഓർഗാനിക് ഫാമിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തമ്മിലുള്ള ബന്ധം പറയാനാണ്. ഫസ്റ്റ് വൺ എന്താണ്? റെഡ്യൂസസ് ദ ഓർഗാനിക് ഫാമിംഗ് റെഡ്യൂസസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. നമുക്കറിയാം, വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. Because they does not need to buy expensive chemicals and fertilizers etc. ഇനി രണ്ടാമത്തത്, it protects environment and save. നമുക്കറിയാം ഓർഗാനിക് ഫാമിംഗ് പ്രൊട്ടക്ട്സ് അവർ എൻവയോൺമെൻറ്റ് ആൻഡ് സേവ് അവർ ലൈഫ്, ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ ഗ്ലോബൽ വാർമിംഗ്. ഇറ്റ് ഗിവ്സ് ഗുഡ് ഹെൽത്ത് ടു ദ പീപ്പിൾ. ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട്സ് സോയിൽ ഫെർട്ടിലിറ്റി, കൺസേർവ്സ് ബയോഡൈവേഴ്സിറ്റി, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഈൽഡ് ഫെയിലിയർ. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ലിസ്റ്റ് ഔട്ട് ആൻഡ് അനലൈസ് ദ റിഫോം മെഷേഴ്സ് അഡോപ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ. Critically evaluate the impact of these economic reforms in the measure of agriculture, industrial and financial sector എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാം. നിങ്ങളത് കൃത്യമായിട്ട് നോക്കി പഠിച്ച് റെഡിയാവുക. അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ, അഗ്രികൾച്ചർ ആൻഡ് ഫൈനാൻഷ്യൽ സെക്ടറിൻ്റെ റിഫോം മെഷേഴ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റിഫോം മെഷേഴ്സിനെ കുറിച്ച് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അനലൈസ് ചെയ്യുക, അതിനെ ക്രിറ്റിക്കലി അതിൻ്റെ ഇമ്പാക്റ്റും കാണാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് തരാം, നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, താങ്ക് യു.